ബുള്ളറ്റ് ഓടിച്ചു പോകുന്ന യുവതികളെ കണ്ടാൽ ഇന്നും അമ്പരപ്പോടെ നോക്കുന്ന സമൂഹമാണ് നമ്മുടേത്. സ്കൂട്ടിയും ആക്റ്റീവയും മാത്രമാണ് സ്ത്രീകളുടെ വാഹനം എന്ന ധാരണ തിരുത്താൻ മലയാളികൾ ഭൂരിപക്ഷവും ഇനിയും തയ്യാറായിട്ടില്ല. എന്നാൽ സമൂഹം എന്തു ചിന്തിക്കുന്നു എന്ന് ആശങ്കപ്പെടാതെ സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറക് തുന്നിപ്പിടിപ്പിക്കുന്ന വനിതകളും കേരളത്തിലുണ്ട്. ബൈക്കും ബുള്ളറ്റും മാത്രമല്ല, കാറും ബസ്സും ലോറിയും ടാങ്കറും ഉൾപ്പെടെ ഓടിക്കുന്ന വനിതകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇപ്പോഴിതാ തികച്ചും യാഥാസ്ഥിതികമായ ഒരു സമൂഹത്തിൽ നിന്നും വേഗരാജാക്കന്മാർ മാറ്റുരയ്ക്കുന്ന ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ പൊരുതാനുറച്ച് എത്തിയിരിക്കുകയാണ് ഒരു മലയാളി യുവതി. കേരളത്തിലെ മുഴുവൻ യുവതികൾക്കും പ്രചോദനമാകുന്ന ആ യുവതിയുടെ വിശേഷങ്ങൾ അറിഞ്ഞുവരാം. ഇത് സൽവ മർജാൻ എന്ന 25-കാരി, കോഴിക്കോട് സ്വദേശിനി. പേരാമ്പ്ര, ചേമ്പ്ര, പനച്ചിങ്കൽ കുഞ്ഞാമു, ഭാര്യ സുബൈദ എന്നിവരാണ് മാതാപിതാക്കൾ. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഫോർമുല 1 റേസർ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് സൽവ മർജാൻ. 2025 ജനുവരിയിൽ ലോക മോട്ടോർ സ്പോർട്സ് ഭരണസമിതിയായ FIA സംഘടിപ്പിക്കുന്ന ഫോർമുല 1 മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കോഴിക്കോട്ടുകാരി. റേസിംഗ് കാറുകളിൽ പായുന്നവരെ ടിവിയിലും സിനിമയിലും മറ്റും അത്ഭുതത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കുട്ടിക്കാലമുണ്ട് ഈ കാറോട്ടക്കാരിക്ക്. അവിടെ നിന്നും ഇന്ന് ഫോർമുല 1 കാറോട്ട മത്സരത്തിൻ്റെ ട്രാക്കിലെത്തി നിൽക്കാൻ ആ പെൺകുട്ടി പിന്നിട്ടത് കഠിന വഴികൾ തന്നെയായിരുന്നു. ഒരു യാഥാസ്ഥിതിക സമുദായത്തിൽ നിന്നൊരു പെൺകുട്ടി വേറിട്ട പാത തിരഞ്ഞെടുത്തതിൽ കുടുംബം ഏറെ വിമർശനങ്ങൾ നേരിട്ടെങ്കിലും കുടുംബം സൽവയ്ക്കൊപ്പം നിന്നു. പിതാവിനെയും മാതാവിനെയും കൂടാതെ സഹോദരങ്ങളായ സഹില, സിനാൻ, സാബിത് എന്നിവർ ഒപ്പം നിന്നു. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയിൽ ഈ യുവതി അവളുടെ സ്വപ്നങ്ങൾക്കും ചിറകു തുന്നാൻ ആരംഭിച്ചു. കുടുംബം പിന്തുണച്ചെങ്കിലും നിറയെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു സൽവയുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര. 2018 എൻട്രി ലെവൽ റേസിംഗ് പരമ്പരയായ ഫോർമുല LGBയോടൊപ്പമാണ് സൽവയുടെ റേസിംഗ് യാത്രയ്ക്ക് തുടക്കം. സൽവയുടെ മികച്ച പ്രകടനം 2023 F4 ചാമ്പ്യൻഷിപ്പിൽ എത്തിച്ചു. അതേ വർഷം തന്നെ F4 UAE ചാമ്പ്യൻഷിപ്പിലും സൽവ പങ്കെടുത്തു. മത്സരത്തിലെ 150 ലാപ്പിൽ 119ലും സൽവ വിജയകരമായി ഫിനിഷ് ചെയ്തു. F4 പരിശീലനത്തിനായുള്ള ഉയർന്ന ചെലവുകളായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി. ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദധാരിയായ സൽവ ബിസിനസ് അടക്കം പല ജോലികൾ ചെയ്ത് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കായി പണം സ്വരുക്കൂട്ടി. കൂടുതൽ അവസരങ്ങളും പരിശീലനവും ലഭിക്കുന്നതിനായി അടുത്തിടെ സൽവ താമസം UAEയിലേക്ക് മാറ്റി. F1 അക്കാഡമി മത്സരത്തിലാണ് ഇപ്പോൾ സൽവയുടെ ശ്രദ്ധ മുഴുവൻ. പുരുഷന്മാർ ആധിപത്യം പുലർത്തുന്ന ഒരു കായിക ഇനത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ലെന്ന് സൽവ പറയുന്നു. വളരെയധികം ശാരീരികാധ്വാനം വേണ്ടിവരുന്ന മേഖലയാണിത്. റേസിംഗ് കാറിനുള്ളിലെ താപനില പലപ്പോഴും 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. വളവുകളിൽ ആവശ്യമായ ബ്രേക്കിംഗ് മർദ്ദം 60 മുതൽ 100 കിലോഗ്രാം വരെയാകാം. മത്സരത്തിൽ പങ്കെടുക്കുന്ന റേസറുകൾക്ക് 4 കിലോ വരെ ശരീരഭാരം ഒറ്റയടിക്ക് കുറയാമെന്നും സൽവ വെളിപ്പെടുത്തുന്നു. ചില റേസുകളിൽ ക്രാഷുകളും സ്പിന്നുകളും നിരാശാജനകമായ പ്രകടനങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് സൽവ പറഞ്ഞു. എന്നിരുന്നാലും സ്വപ്നം ഉപേക്ഷിക്കാൻ ഈ യുവതി തയ്യാറായിരുന്നില്ല. ഇന്ന് നെക്സ്റ്റ് ലെവൽ റേസിംഗ് എന്ന ബ്രാൻഡിൻ്റെ അംബാസഡറാണ് സൽവ മർജാൻ. ഫോർമുല 1 ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്നതാണ് സൽവയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. മോട്ടോർ സ്പോർട്സിൽ കേരളത്തിൽ നിന്നടക്കമുള്ള സ്ത്രീകൾക്കും പുതുതലമുറയ്ക്കും പ്രചോദനമാവുക എന്നതും അവർക്കായി വാതിൽ തുറന്നു കൊടുക്കുക എന്നതുമാണ് സൽവയുടെ ആഗ്രഹം. ഫോർമുല 1 റേസർമാരുടെ വേഗത, വാഹനത്തിന്മേലുള്ള നിയന്ത്രണം എല്ലാം സൽവയെ ഒരിക്കൽ അതിശയിപ്പിച്ചിരുന്നു. ഏറെ നാളായി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ മിടുക്കി.